അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസുഹാബിഹി അൽഫായിസീന ബിറളില്ലാഹ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചനാഥനായ ഏകനായ സ്രഷ്ടാവ് അല്ലാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ വിശ്വസിക്കുന്ന ആദർശം മറ്റുള്ളവരോട് പറയുന്നതിനോടൊപ്പം തന്നെ ആ വിശ്വസിക്കുന്ന ആദർശത്തെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം വേണം. വിമർശനങ്ങൾക്ക് മറുപടി പറയുവാനുള്ള ആർജവും വേണം. അതുകൊണ്ട് ഇസ്ലാമിനെതിരെ ഉയരുന്ന ഒരു പ്രധാന വിമർശനത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്ത് വ്യത്യസ്തങ്ങളായ മതവിശ്വാസങ്ങൾ പിൻപറ്റുന്നവരും വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ ചിന്താഗതികൾ സ്വീകരിച്ചിട്ടുള്ളവരും വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുലർത്തുന്നവരും വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിക്കുന്നവരുമുണ്ട്. ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ യഥാർത്ഥ ശാന്തിയും സമാധാനവും നിലനിൽക്കണമെങ്കിലും മനുഷ്യ നന്മയുടെ അതിമനോഹരമായ വികാസം സംജാതമാക്കണമെങ്കിലും മനുഷ്യാവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം മനുഷ്യാവകാശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത പ്രാചീനമായൊരു മതതത്വ സംഹിതയാണ് ഇസ്ലാം എന്ന വിമർശനത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും നാം മനസ്സിലാക്കുവാനും മറുപടി നൽകുവാനും. യഥാർത്ഥത്തിൽ മനുഷ്യ ചിന്തയുടെ അതിവിദൂരമായ അതിർത്തികളിൽ പോലും മനുഷ്യാവകാശങ്ങൾ എന്ന സങ്കല്പം എത്തിനോക്കാതിരുന്ന ഇരുണ്ട നാളുകളിലാണ് ഏറ്റവും അർത്ഥവത്തായ അവകാശങ്ങൾ ഇസ്ലാം മനുഷ്യ സമൂഹത്തിന് നൽകിയത്. ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നാം അത് മനസ്സിലാക്കണം. ദരിദ്രരുടെയും ദുർബലരുടെയും പീഡിതരുടെയും എല്ലാം രക്തത്തിനാലും വിയർപ്പിനാലും കണ്ണീരാലും ലോകം അനേക തവണ നനഞ്ഞിട്ടുണ്ട്. ജാതി മേധാവികളുടെ വിവേചനത്തിന് പാത്രമായി തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ചങ്ങലകളിൽ ബന്ധിതരായ ഹതഭാഗ്യവാന്മാരുടെ ദുരന്തത്തിന് ലോകം അനേക തവണ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ജന്മം നൽകിയ പിഞ്ചു പൈതങ്ങൾക്ക് മുലപ്പാൽ പോലും നൽകുവാൻ അനുവദിക്കാതെ കഴുത്തും കൈകാലുകളും ചങ്ങലകളിൽ ബന്ധിച്ച് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്നും കന്നുകാലികളെപ്പോലെ ആട്ടിത്തെളിയിച്ച് സാഗരങ്ങൾ കടത്തുവാനായി പായ്ക്കപ്പലുകളുടെ അടിത്തട്ടിൽ തള്ളിയിട്ട് അക്കരെ എത്തുവാനുള്ള ക്ഷമ പോലുമില്ലാതെ ക്രൂരമായ കാമഭ്രാന്തിന് ഇരയാക്കുകയും പിന്നീട് രോഗം ബാധിച്ച പൂർണ്ണ ഗർഭിണികളെപ്പോലും സാഗരങ്ങളിലെ സ്രാവുകൾക്ക് കൊത്തിപ്പെറുക്കുവാൻ ഇട്ടുകൊടുത്ത വെളുത്ത അടിമ മുതലാളിമാരുടെ കൊടും ക്രൂരതകളെ സംബന്ധിച്ച് നാം ഒട്ടേറെ വായിച്ചിട്ടുണ്ട്. ദരിദ്രരായി പിറന്നു എന്നൊറ്റ കാരണത്താൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് പട്ടിണി പേക്കോലങ്ങളായി പുഴുക്കളെപ്പോലെ ഭൂമിയിൽ ഇഴഞ്ഞു നടക്കേണ്ടി വന്നവരുടെ ദീനവിലാപങ്ങൾ മനുഷ്യ കാതുകളിൽ ഒട്ടേറെ തവണ അലയടിച്ചിട്ടുണ്ട്. താൻ ശരിയെന്ന് കരുതുന്ന മതവിശ്വാസം പിൻപറ്റിയതിന് ജീവൻ നൽകേണ്ടി വന്ന, അഗ്നിയിൽ എരിഞ്ഞടങ്ങേണ്ടി വന്ന, അംഗച്ഛേദത്തിന് വിധേയരാകേണ്ടി വന്നവരുടെ ദീനവിലാപങ്ങൾ മനുഷ്യ കാതുകളെ ഒട്ടേറെ തവണ വേദനിപ്പിച്ചിട്ടുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി തൻ്റെ അധ്വാനത്തിൻ്റെ പ്രതിഫലം ചോദിച്ചതിന്, വിയർപ്പൊഴുക്കിയ കർഷകൻ തൻ്റെ വിയർപ്പിൻ്റെ വില ആവശ്യപ്പെട്ടതിന്, വരേണ്യ വർഗത്തിൻ്റെ ചാട്ടവാർ അടികളേറ്റ് പുളഞ്ഞ ചരിത്ര മുഹൂർത്തങ്ങൾ മനുഷ്യ മനസ്സുകളെ ആർദ്രമാക്കിയിട്ടുണ്ട്. അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദിച്ചതിന്, അനീതിക്കും അക്രമത്തിനുമെതിരെ വാദിച്ചതിന്, ഭരണാധികാരികളുടെ തടവറകളിൽ കൈവിലങ്ങുകൾ അണിഞ്ഞ് കാലം കഴിച്ചു കൂട്ടേണ്ടി വന്നവരുടെ വിലാപങ്ങൾ ലോകത്തൊട്ടേറെ തവണ മാറ്റൊലി കൊണ്ടിട്ടുണ്ട്. ഈ കൊടും ക്രൂരതകൾക്കെല്ലാം നേതൃത്വം കൊടുത്തവർ തന്നെ രാജ്യങ്ങൾ വെട്ടി പിടിക്കുവാനും ആ രാജ്യങ്ങളിലെ സമ്പത്ത് കൂടി കവർന്നെടുക്കുവാനും ആരംഭിച്ചപ്പോൾ അതൊട്ടേറെ യുദ്ധങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും വിപ്ലവങ്ങളിലേക്കും രണ്ട് ലോക മഹായുദ്ധങ്ങളിലേക്കും മനുഷ്യ സമൂഹത്തെ നയിക്കുകയും ഇനിയും ഇതെല്ലാം തുടർന്നാൽ
അത് മനുഷ്യ സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും അന്ത്യം കുറിക്കപ്പെടുമെന്ന് കുറേ ആളുകൾക്ക് തോന്നുകയും അതിൻ്റെ ഫലമായി കടലാസിലെങ്കിലും മനുഷ്യാവകാശങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അവർ തീരുമാനിക്കുകയും അങ്ങനെ 1948 ഐക്യരാഷ്ട്രസഭ യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സൽ ഡെക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശങ്ങളുടെ സാർവദേശീയ പ്രഖ്യാപനം നടത്തിയെങ്കിൽ അതിനേക്കാൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അർത്ഥപൂർണമായ അവകാശങ്ങൾ നൽകിയ മതമാണ് ഇസ്ലാം. വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം നൽകിയിട്ടുള്ള ഈ അവകാശങ്ങൾ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ ദാനമോ ഭരണകൂടങ്ങളുടെ ഔദാര്യമോ പ്രസിഡന്റുമാരുടെയോ പ്രധാനമന്ത്രിമാരുടെയോ ദയാവായ്പോയല്ല, മറിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഏകനായ സ്രഷ്ടാവ് അവൻ്റെ സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ചോദിച്ചു വാങ്ങുവാനുള്ള അവകാശം ഭരണീയർക്കും സംരക്ഷിക്കുവാനുള്ള അവകാശം ഭരണകൂടങ്ങൾക്കുമുണ്ട്. ഐക്യരാഷ്ട്രസഭ നൽകിയിട്ടുള്ള പ്രഥമമായ അവകാശങ്ങളാണ് ഇക്വാളിറ്റി ഓഫ് മാൻ, ബ്രദർഹുഡ്, മനുഷ്യ സമത്വത്തെയും സാഹോദര്യത്തെയും കുറിച്ചുള്ള അവകാശങ്ങൾ. യഥാർത്ഥത്തിൽ ഇതിനെ സംബന്ധിച്ചെല്ലാം സംസാരിക്കുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ഒരു നിലപാടും മറ്റുള്ളവരോട് മറ്റൊരു നിലപാടുമല്ലേയുള്ളത്? അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തന്നെ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന കറുമ്പൻ അടിമകളുടെ മൃതശരീരങ്ങളുടെയും തകർക്കപ്പെട്ട കുടുംബ ബന്ധങ്ങളുടെയും കണ്ണുനീരിൻ്റെയും മുകളിലല്ലേ? വെളുത്തടിമ മുതലാളിമാരിൽ നിന്നും ഏൽക്കേണ്ടി വന്ന പീഡനം മൂലം മനസ്സ് നിറയെ കൊടും ഭീതിയുമായി കഴിഞ്ഞിരുന്ന കറുമ്പൻ അടിമകളുടെ പിൻതലമുറക്കാരായി അമേരിക്കയിലെ കറുത്ത വർഗക്കാരോട് മാപ്പ് ചോദിക്കുന്നതിന് പകരം ധാന്യപ്പുരകളിൽ നിന്നും കുറ്റിക്കാടുകളിൽ നിന്നും അടുക്കളയിൽ നിന്നും ഉയരുന്ന വെള്ളക്കാരൻ്റെ പിടിയിൽപ്പെട്ട് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാകേണ്ടി വന്ന മാതാവിൻ്റെയും ഭാര്യയുടെയും സഹോദരിയുടെയും പുത്രിയുടെയും ആർത്തനാദങ്ങൾ കേട്ട് യാതൊന്നും ചെയ്യുവാൻ കഴിയാതെ മനസ്സ് നിറയെ പകയും നൊമ്പരങ്ങളും ഒതുക്കിപ്പിടിച്ച് കാലം കഴിച്ചു കൂട്ടേണ്ടി വന്ന ആ കറുത്തവരുടെ പിൻതലമുറയോട് മാപ്പ് ചോദിക്കുന്നതിന് പകരം വണ്ടിക്കാളകളെപ്പോലെ പണിയെടുത്തതിന് ആട്ടവും തുപ്പും മാത്രം ഏറ്റുവാങ്ങുവാൻ വിധിക്കപ്പെട്ട അവരോട് മാപ്പ് ചോദിക്കുന്നതിന് പകരം അവർക്ക് മനുഷ്യരെന്ന പരിഗണന പോലും നൽകാതെ പ്ലേഗ് ബാധിച്ചവരെ പോലെ തങ്ങളിൽ നിന്നും ആട്ടിയകറ്റുകയും ചേരികളിൽ മൃഗങ്ങളെപ്പോലെ താമസിപ്പിക്കുകയും ചെയ്തതുമൂലം വെളുത്തവരെ ഒന്നടങ്കം വെറുക്കുന്ന വലിയൊരു കറുത്ത വിഭാഗം കഴിഞ്ഞ നൂറ്റാണ്ടിൽ അമേരിക്കയിലുണ്ടായിരുന്നു. ഇത് മുതലെടുത്തുകൊണ്ട് ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്തെ എലൈജ റോബർട്ട് പൂൾ എന്ന് പറയുന്ന വ്യക്തി ജനങ്ങളുടെ മുൻപിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് എലൈജ മുഹമ്മദ് എന്നാണ്, ഞാൻ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്, ഞാൻ ഉത്ബോധിപ്പിക്കുന്നത് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് വെച്ചാൽ കറുത്തവരുടെ മാത്രം മതമാണ്. ദൈവം എല്ലാവരെയും ആദ്യം കറുത്തവരായിട്ടാണ് സൃഷ്ടിച്ചത്. ഒരു ശാസ്ത്രജ്ഞനാണ് കറുത്തവരിൽ നിന്നും വെളുത്തവരെ രൂപപ്പെടുത്തിയെടുത്തത്. അതുകൊണ്ട് വെളുത്തവർ സാത്താന്മാരാണ്, അവർക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. ഒട്ടനവധി കറുത്ത വർഗക്കാർ ക്രിസ്തുമതം ഉപേക്ഷിച്ചുകൊണ്ട് നേഷൻ ഓഫ് ഇസ്ലാമിൻ്റെ അംഗങ്ങളായി. അവരിൽ പ്രമുഖനും പ്രശസ്തനും ഉജ്ജ്വല വാഗ്മിയുമായിരുന്നു മാൽക്കം എക്സ്. വെളുത്തവർക്കെതിരെ തീപാറുന്ന പ്രഭാഷണങ്ങൾ നടത്തുന്നതിനിടയിലാണ് 1964 ഹജ്ജ് ചെയ്യുവാനായി അദ്ദേഹം മക്കയിലെത്തുന്നത്. വിമാനത്തിലിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. കറുത്തവരെ കൊണ്ട് മാത്രം നിറഞ്ഞ മക്കയുടെയും മദീനയുടെയും മീലയുടെയും മുസ്തലിഫയുടെയും അറഫയുടെയും എല്ലാം ചിത്രങ്ങൾ. എന്നാൽ ജദ്ദ വിമാനത്താവളത്തിൽ ഇറങ്ങി അദ്ദേഹം ചുറ്റും നോക്കി. തൻ്റെ കണ്ണുകളെ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അറബി നാടുകളിൽ നിന്നുമുള്ള വെളുത്ത മുസ്ലിങ്ങൾ, ഇന്ത്യ പാകിസ്ഥാൻ മുതലായ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുനിറക്കാർ, ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂർ മുതലായ രാജ്യങ്ങളിൽ നിന്നുള്ള മഞ്ഞ നിറക്കാർ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കറുത്ത വർഗക്കാർ, എല്ലാവരും ധരിച്ചിരിക്കുന്നത് വെളുത്ത വസ്ത്രങ്ങൾ. എല്ലാവരുടെയും നാവുകളിലൂടെ ഉയരുന്നത് ഒരൊറ്റ പ്രാർത്ഥന, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവിൻ്റെ ഏകത്വം പ്രഖ്യാപിച്ചുകൊണ്ട് വർഗങ്ങൾ മറന്ന്, രാജ്യാതിർത്തികൾ മറന്ന്, വിദ്യാഭ്യാസത്തിൻ്റെ വ്യത്യസ്തതകൾ മറന്ന്, സാമ്പത്തിക അന്തരങ്ങൾ മറന്ന്, ഭാഷകൾ മറന്ന് പരസ്പരം ആലിംഗനം ചെയ്യുന്ന വെളുത്തവനും മഞ്ഞ നിറക്കാരനും ഇരുനിറക്കാരനും കറുത്ത വർഗക്കാരനും പരസ്പരം ആലിംഗനം ചെയ്യുന്ന മനോഹരമായ അവിസ്മരണീയമായ
ആ കാഴ്ച മാൽക്കം എക്സ് നോക്കിക്കൊണ്ടിരുന്നു. വെളുത്ത മുസ്ലിങ്ങൾ മാൽക്കം എക്സിനെ വന്ന് ആലിംഗനം ചെയ്ത് കവിളിൽ ചുംബിച്ചു. 11 ദിവസങ്ങൾക്ക് ശേഷം യഥാർത്ഥ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞ മാൽക്കം എക്സ് യാഥാർത്ഥ്യം ലോകത്തോട് പ്രഖ്യാപിക്കാനായിട്ട് മക്കയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് ഒരു എഴുത്തെഴുതുന്നുണ്ട്. അതിലെ ചില വരികൾ മാത്രം ഞാൻ ഉദ്ധരിക്കാം. For the last 11 days in the Muslim world, I have eaten from the same plate, drunk from the same glass, slept in the same bed, praying to the same God with my fellow Muslims, whose eyes were the bluest of blue, whose hair was the blondest of blonde, whose skin was the whitest of white. But in the deeds and in the words and in the actions of these white Muslims, I felt the same sincerity which I felt among the black Muslims of Nigeria, Sudan and Ghana. മുസ്ലിം ലോകത്തിലെ കഴിഞ്ഞ 11 ദിവസത്തെ ജീവിതത്തിൽ മനോഹരങ്ങളായ നീലക്കണ്ണുകളിൽ വെച്ച് ഏറ്റവും മനോഹരങ്ങളായ നീലക്കണ്ണുകളും സ്വർണ്ണ തലമുടികളിൽ വെച്ച് ഏറ്റവും മനോഹരങ്ങളായ സ്വർണ്ണ തലമുടിയും വെളുത്ത ചർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ വെളുത്ത ചർമ്മവുമുള്ള വെളുത്ത മുസ്ലിങ്ങളുമായി ഏകനായ സ്രഷ്ടാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരേ പാത്രത്തിൽ നിന്നും ഭക്ഷിക്കുകയും ഒരേ ചഷകത്തിൽ നിന്നും കുടിക്കുകയും ഒരേ കിടക്കയിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. എന്നാൽ നൈജീരിയയിലെയും സുഡാനിലെയും ഘാനയിലെയും കറുത്ത മുസ്ലിങ്ങളിൽ മാത്രം ഞാൻ ദർശിച്ചിട്ടുള്ള അതേ ആത്മാർത്ഥതയും സത്യസന്ധതയും ഈ വെളുത്ത മുസ്ലിങ്ങളിൽ ഞാൻ ദർശിച്ചു. ക്രൂരമായ മർദ്ദനത്തിൻ്റെ പാദപ്രഹരമേറ്റ് നിർദ്ദയമായ പെരുമാറ്റം കൊണ്ട് വെളുത്തവരെ മുഴുവനും വെറുക്കാൻ മാത്രം പരിശീലിച്ച മാൽക്കം എക്സിൻ്റെ മനസ്സിൽ ഈ പരിവർത്തനം ഉണ്ടാക്കിയത് എന്തെന്നറിയാമോ? മനുഷ്യ സമത്വത്തിൻ്റെ യഥാർത്ഥ മുഖം മുസ്ലിങ്ങൾക്കിടയിൽ അദ്ദേഹം ദർശിച്ചതാണ്. മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സമത്വം ഉണ്ടായത്? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലയോ മനുഷ്യരെ, നിങ്ങളെയെല്ലാം ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. വർഗങ്ങളും ഗോത്രങ്ങളും ആക്കിയിരിക്കുന്നത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രം. തീർച്ചയായും അല്ലാഹുവിങ്കൽ ഏറ്റവും ആദരണീയർ, ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്നവരത്രേ എന്ന വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായത്തിലെ 13-ാം വചനമാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് ഹജ്ജ് ചെയ്യുവാൻ റമളാൻ മാസത്തിൽ അവസാനത്തെ 10 ദിവസം ഞാൻ മക്കയിലുണ്ടായിരുന്നു. ളുഹർ നമസ്കാരത്തിന് ശേഷം മസ്ജിദിൽ ഇരിക്കുമ്പോൾ എൻ്റെ മുൻപിൽ അമേരിക്കയിൽ നിന്നാണോ യൂറോപ്പിൽ നിന്നാണോ എന്നെനിക്കറിയില്ല, ഒരു വെളുത്ത മുസ്ലിം ഇരിക്കുന്നു. തൊട്ടടുത്ത് വളരെ വണ്ണമുള്ള കറുത്തവരിൽ വെച്ച് ഏറ്റവും കറുത്ത ഒരു കറുത്ത വർഗ്ഗക്കാരനും ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാല് ആ വെളുത്ത മുസ്ലിമിൻ്റെ മടിയിൽ എടുത്തു വെച്ചിട്ടിരുന്നു. ആ വെളുത്ത മുസ്ലിം ആ കാല് അമർത്തി മെസ്സാജ് ചെയ്തു കൊടുക്കുകയാണ്. ഞാൻ കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നതെന്നറിയാമോ? ഹേ ജനങ്ങളെ, ഏകനാണ് നിങ്ങളുടെ നാഥൻ. നിങ്ങളെല്ലാം ആദമിൽ നിന്നും ജനിച്ചു, ആദമോ മണ്ണിൽ നിന്നും. കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ, അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല എന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജ് സന്ദേശമാണ്. അത് ഞാനും നിങ്ങളുമെല്ലാം യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ടാണ്. മുൻ ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ താഴ്ന്ന ജാതിക്കാരായി ജനിക്കുന്നതെന്നും അതുകൊണ്ട് ഉയർന്ന ജോലികളിൽ ഏർപ്പെടരുതെന്നും പൂജകൾ നടത്തരുതെന്നും വിദ്യാഭ്യാസം നേടരുതെന്നും ഉയർന്ന ജാതിക്കാരെ തുടരുതെന്നുമെല്ലാം ഓതി നൂറ്റാണ്ടുകളായി അടിമകളാക്കി വെച്ചിരുന്ന ഭാരതത്തിലെ അധകൃത വർഗമെന്ന് പറയുന്നവരിൽ വലിയൊരു വിഭാഗം ഇസ്ലാം വാരിപ്പുണരുവാനുള്ള കാരണം എന്തെന്നറിയാമോ? ജാതി വർഗ വർണ്ണ ദേശ ജനന വ്യത്യാസമില്ലാതെ മനുഷ്യരെയെല്ലാം സാഹോദര്യത്തിൻ്റെ പ്രഭയിൽ ഓരോ വർഗവും വർണ്ണരഹിതവുമായ കുടുംബാംഗങ്ങളായി കാണുന്ന മഹത്തായ ഇസ്ലാമിക ദർശനമാണ്. എന്നിട്ടും വിമർശകർ പറയുന്നു, മനുഷ്യാവകാശങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത പ്രാകൃതമായൊരു മതതത്വ സംഹിതയാണ് ഇസ്ലാമിൻ്റേതെന്ന്. ഐക്യരാഷ്ട്രസഭ നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനമായിട്ടുള്ള അവകാശമാണ്
നിയമാനുസൃതമല്ലാതെ ആരുടെയും ജീവൻ അപഹരിക്കരുത് എന്ന തത്വം. ഇതിനെ സംബന്ധിച്ച് വാചാലമായി സംസാരിക്കാൻ എന്ത് അവകാശമാണ് അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുള്ളത്? കൊറിയയിലും വിയറ്റ്നാമിലും കംബോഡിയയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം കൊന്നൊടുക്കിയിട്ടുള്ളതും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നതുമായ ലക്ഷക്കണക്കിന് ആളുകളുടെ മൃതശരീരങ്ങളുടെ പുറത്ത് ചവിട്ടി നിന്ന് വേണം ഈ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് അമേരിക്കയ്ക്കും മറ്റും ശബ്ദിക്കാൻ. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ത് എന്ന് വെച്ചാൽ, നിയമാനുസൃതമല്ലാതെ മറ്റൊരു ജീവൻ എടുക്കരുതെന്ന് മാത്രമല്ല, സ്വന്തം ജീവൻ പോലും അപഹരിക്കരുത് എന്നാണ്. വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കരുതെന്ന 4-ാം അധ്യായത്തിൽ 29-ാം വചനത്തിലൂടെ ആത്മഹത്യയെ ഇസ്ലാം നിരോധിക്കുകയാണ്. കാരണം ജീവൻ അള്ളാഹുവിൻ്റെ ദാനമാണത്, തിരിച്ചെടുക്കാൻ അവകാശം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടുന്നവൻ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനം നിലനിൽക്കെ തന്നെ അങ്ങനെ പോരാടിയിരുന്നൊരു വ്യക്തിക്ക് പരിക്കേറ്റപ്പോൾ വേദന സഹിക്കാൻ സാധിക്കാതെ കഠാര ശരീരത്തിലേക്ക് കുത്തിയിറക്കി ആത്മഹത്യ ചെയ്ത ഒറ്റ കാരണത്താൽ അയാൾ നരകാർഹനാണെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ മുൻപിലുള്ള നിങ്ങളോട് എനിക്കൊന്ന് പറയാനുണ്ട്. ജീവിതത്തിൽ നാം എല്ലാം ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അടുത്തവരുടെ മരണം, കടുത്ത സാമ്പത്തിക പ്രശ്നം, ഗുരുതരമായ അസുഖങ്ങൾ, പരീക്ഷകളിലുള്ള തോൽവി. ഈ സന്ദർഭങ്ങളിലൊന്നും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കാം, എന്നാൽ അനശ്വരമായ മറ്റൊരു ലോകത്ത് നിങ്ങൾക്ക് ഭയാനകമായ ശിക്ഷയുണ്ട്. ഉയരങ്ങളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുന്നവൻ നരകത്തിലാണെന്നും നരകത്തിൽ വെച്ച് നിരന്തരം അയാൾ ഉയരങ്ങളിൽ നിന്നും ചാടിക്കൊണ്ടിരിക്കുമെന്നും അങ്ങനെ മരണസമയത്ത് അയാൾ അനുഭവിച്ച തീവ്രമായ വേദന നിരന്തരം അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്നും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നവൻ നരകത്തിലാണെന്നും നരകത്തിൽ വെച്ച് അയാൾ നിരന്തരം വിഷം കഴിച്ചു കൊണ്ടിരിക്കുമെന്നും അങ്ങനെ മരണസമയത്ത് അയാൾ അനുഭവിച്ച തീവ്രമായ വേദന അയാൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്നും മൂർച്ചയേറിയ ആയുധം ശരീരത്തിലേക്ക് കുത്തിയിറക്കി ആത്മഹത്യ ചെയ്യുന്നവൻ നരകത്തിലാണെന്നും നരകത്തിൽ വെച്ച് നിരന്തരം അയാൾ മൂർച്ചയേറിയ ആയുധം ശരീരത്തിലേക്ക് കുത്തിയിറക്കി കൊണ്ടിരിക്കുമെന്നെല്ലാമുള്ള പ്രവാചകൻ്റെ മുന്നറിയിപ്പ് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ വിസ്മരിക്കരുത്. അപ്പോൾ സ്വന്തം ജീവൻ പോലും എടുക്കാനൊരു മുസ്ലിമിന് അവകാശമല്ല. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകന്നമാ ഖതലൻ നാസ ജമിയ വമൻ അഹ്യഹാ ഫകന്നമാ അഹ്യൻ നാസ ജമിയ. ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചതിൻ്റെ പേരിലോ ഒരു നിരപരാധിയെ വധിച്ചതിൻ്റെ പേരിലോ അല്ലാതെ ഒരു ജീവൻ എടുക്കുന്നത് മൊത്തം മനുഷ്യരെയും വധിക്കുന്നതിന് തുല്യമാണെന്നും ഒരു ജീവൻ രക്ഷിക്കുന്നത് മൊത്തം മനുഷ്യരെയും രക്ഷിക്കുന്നതിന് തുല്യമാണെന്നും 5-ാം അധ്യായത്തിലെ 32-ാം വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുൻ നാസ, മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്തവരോട് അള്ളാഹും കാരുണ്യം കാണിക്കില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ മറ്റൊന്നുകൂടി പഠിപ്പിച്ചിട്ടുണ്ട്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കൂ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന്. ജീവനുള്ള ഒട്ടകത്തിൻ്റെ ദശ മാംസം മുറിച്ചെടുത്തിട്ട് ആ പാവം ജീവിയുടെ മുൻപിൽ വെച്ച് തന്നെ ചുട്ട് തിന്നുന്നൊരു പ്രാകൃത സമ്പ്രദായം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പ്രവാചകൻ അത് നിരോധിച്ചു. ചെറിയ കല്ലുകൾ കൊണ്ടുപോലും മറ്റു ജീവികളെ എറിയരുതെന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചു. വേട്ടക്കൽ ഭക്ഷണത്തിനല്ലാതെ വിനോദത്തിന് മൃഗങ്ങളെ കൊല്ലരുത് എന്ന് നിർദ്ദേശിച്ചു. അതുകൊണ്ടല്ലേ ഒരു പൂച്ചയെ കെട്ടിയിട്ട ഇത് കാരണം മരണപ്പെടുവാൻ കാരണക്കാരിയായ ആ സ്ത്രീ നരകാർഹയാണെന്നും ദാഹാർത്തിയോട് മരുഭൂമിയിൽ അലഞ്ഞു നടന്നൊരു നായ അതിൻ്റെ ദാഹം ശമിപ്പിക്കാനായിട്ട് മണ്ണ് നക്കുന്നത് കണ്ട് മനസ്സലിഞ്ഞൊരു വ്യഭിചാരിണി ആഴക്കിണറിലിറങ്ങി തൻ്റെ പാദരക്ഷയൂരി അതിൽ ജലം നിറച്ച് ആ നായയുടെ ദാഹം ശമിപ്പിച്ചൊറ്റ കാരണത്താൽ സ്വർഗാവകാശിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ? ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മുസ്ലിം നാമം ധരിച്ച ഭീകരവാദികളില്ലേ? തീർച്ചയായും ഉണ്ട്. പക്ഷേ അതൊന്നും ഇസ്ലാമിൻ്റെ കണക്കിൽ വരവ് വെക്കുവാൻ പാടുള്ളതല്ല. ഐക്യരാഷ്ട്രസഭ നൽകുന്ന മറ്റൊരു പ്രധാന അവകാശമാണ് ഇക്വാലിറ്റി ബിഫോർ ലോ. അതായത് മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ നിറത്തിൻ്റെയോ പേരിൽ ആർക്കും നീതി നിഷേധിക്കരുത് എന്ന തത്വം. വാസ്തവത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അമേരിക്കയിൽ ഒരു പൗരനെ വിചാരണയില്ലാതെ തടവിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് തടവിലാക്കാം, ഉടനെ തന്നെ ജാമ്യം ലഭിക്കും. ക്യൂബയിലെ ഗൗട്ടനാമ ബേയിലെ തടവറകളിൽ എത്ര വർഷങ്ങളായിട്ടാണ് തടവുകാർ കിടക്കുന്നത്? പക്ഷെ നിയമത്തിൻ്റെ മുൻപിലുള്ള സമത്വം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു അനുയായി, പ്രിയപ്പെട്ട അനുയായിയാണ് വന്നിട്ട് പറഞ്ഞത്, ഉയർന്ന ഗോത്രത്തിൽപ്പെട്ട സ്ത്രീയാണ് മോഷ്ടിച്ചത്, അതുകൊണ്ട് ശിക്ഷ നടപ്പാക്കരുതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഫാത്തിമത്ത് കിത്തു അത്ത് കബദി, എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിലും ആ കൈകൾ ഛേദിക്കുക തന്നെ ചെയ്യും. ഹെറാക്ലിയസ് ചക്രവർത്തിക്ക് മുസ്ലിം സൈന്യത്തിൽ നിന്നുണ്ടായ പരാജയവും സിറിയൻ ഗോത്രങ്ങളുടെ കൂട്ടായ ഇസ്ലാമിക ആശ്ലേഷവും കണ്ട് കണ്ണന്താളിച്ചു പോയ ഗസ്സാൻ രാജാവ് ജബല ഭൗതിക മോഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച് പരിവാര സമേതം ഹജ്ജ് ചെയ്യുവാനായിട്ട് മക്കയിലെത്തുന്നു. വിശുദ്ധ കഅബാലയം പ്രദക്ഷിണം ചെയ്യുന്നതിനിടയ്ക്ക് അയാളുടെ നിലത്തിഴഞ്ഞ വസ്ത്രം ഒരു ഗ്രാമീണൻ അറിയാതെ ചവിട്ടിയതിൽ കോപാകുലനായി അയാളെ ക്രൂരമായി മർദ്ദിക്കുന്നു. രക്തത്തിൽ കുളിച്ചു നിന്ന ഗ്രാമീണനോട് കാര്യങ്ങൾ തിരക്കിയ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജബലയോട് പറഞ്ഞു, ജബല, കൊടും ക്രൂരതയാണ് താങ്കൾ ചെയ്തത്, പൊറുക്കാൻ സാധിക്കാത്ത തെറ്റ്. അതുകൊണ്ട് വേദനിപ്പിച്ച് സഹോദരനെ സന്തോഷിപ്പിക്കുക, മാപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ ശിക്ഷ വാങ്ങുവാൻ തയ്യാറായിക്കൊള്ളൂ. മനസ്സിൽ നിന്നും രാജാവെന്ന ഭാവം കളഞ്ഞിട്ടില്ലാത്ത അയാൾ പതറിപ്പോയി അമ്പരപ്പോടുകൂടി ചോദിച്ചു, ഒരു തെരുവ് തെണ്ടിക്ക് വേണ്ടിയാണോ താങ്കൾ എന്നോട് പ്രതികാരം ചെയ്യുന്നത്? ഞാനൊരു രാജാവല്ലേ, അയാളൊരു തെരുവ് തെണ്ടി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജബല, നാം എല്ലാം മനുഷ്യരാണ്, അല്ലാഹുവിങ്കൽ എല്ലാവരും തുല്യരാണ്. ഇവിടെ കറുത്തവനില്ല, വെളുത്തവനില്ല, ധനികനില്ല, ദരിദ്രനില്ല, സമന്മാരായ മനുഷ്യരെയുള്ളൂ. ഉത്കൃഷ്ട ഗുണങ്ങളാണ് അല്ലാഹുവിങ്കൽ ഏറ്റവും ആദരണീയരാക്കുന്നത്. എന്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെല്ലാം നീതിമാന്മാരാകാൻ സാധിച്ചത്? യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹി വലൗ അലാ അൻഫുസികും അവൽ വാലിദൈനി വൽ അഖ്റബീൻ ഇൻ യകുൻ ഗനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ ഫലാ തഖ്തബിൽ ഹവ അൻ തഅദിലു. അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവിന് സാക്ഷികൾ എന്ന നിലയിൽ എന്താണ് ആ വാക്കുകൾ? നിങ്ങൾ നീതി ചെയ്യുക. അത് നിങ്ങൾക്കെതിരായാലും മാതാപിതാക്കൾക്കെതിരായാലും ബന്ധുക്കൾക്കെതിരായാലും ധനികനായാലും ദരിദ്രനായാലും തുല്യമായ നീതി ചെയ്യണമെന്ന വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 135-ാം വചനം ഉണർത്തുന്ന യാഥാർത്ഥ്യമാണ് ഇവരെയെല്ലാം നീതിമാന്മാരാക്കിയത്. ഇനി ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. സ്ത്രീകളെ ഇസ്ലാം മനുഷ്യരായി ഗണിക്കുന്നില്ല എന്നും അന്തസ്സും അവകാശങ്ങളും അർഹിക്കുന്ന വിഭാഗമായി പരിഗണിക്കുന്നില്ല എന്നും കറുത്ത വസ്ത്രത്തിൻ്റെ ഉള്ളിൽ തളച്ചിട്ടുകൊണ്ട് പുരുഷൻ്റെ നിഴലും അടിമയുമായി സ്ത്രീയെ അധപ്പതിപ്പിക്കുകയാണെന്നും ഉള്ള വിമർശനം നിരന്തരം ഞാനും നിങ്ങളും കേൾക്കുകയല്ലേ? ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ പോലെ സംരക്ഷണത്തെ പോലെ മറ്റേത് നിയമസംഹിതയാണ് നൽകിയിട്ടുള്ളത്. സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്ന് ഗ്രീക്ക് തത്വചിന്തകർ തർക്കിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലല്ലേ യാ അയ്യുഹന്നാസു ഉത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ ഒരു ആത്മാവിൽ നിന്നും സൃഷ്ടിക്കുകയും അതിൽ നിന്നും അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നും ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുവിനെന്ന 4-ാം അധ്യായത്തിലെ 1-ാം വചനത്തിലൂടെ ഒരേ ആത്മാവിൽ നിന്നാണ് പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഉണർത്തുന്ന ഖുർആൻ. പെൺകുട്ടികൾക്ക് ജന്മം നൽകുന്ന മാതാവിനെ ഉപേക്ഷിക്കണമെന്നും പെൺകുട്ടികൾക്ക് മാത്രം ജന്മം നൽകുന്ന മാതാവിനെ ഉപേക്ഷിക്കണമെന്നും പെൺകുട്ടിക്ക് ജന്മം നൽകുന്ന മാതാവ് അശുദ്ധയാണെന്നുമെല്ലാം ചില വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിലല്ലേ ലാ തുളോറ വാലിദത്തും ബി വലദിഹ, ഒരു മാതാവും തൻ്റെ സന്താനങ്ങളുടെ പേരിൽ ദ്രോഹിക്കപ്പെടരുതെന്ന് 2-ാം അധ്യായത്തിൽ 233-ാം വചനത്തിലൂടെ ഖുർആൻ പഠിപ്പിച്ചത്? ഒരു പെൺകുഞ്ഞിൻ്റെ ജന്മം ദുഃഖമായി, ദുരന്തമായി, ശാപമായി കണ്ടിരുന്ന കാലഘട്ടത്തിലല്ലേ വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, ഒരു പെൺകുഞ്ഞിൻ്റെ ജന്മത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുവിനെന്ന് 16-ാം അധ്യായത്തിലെ 58-ാം വചനത്തിലൂടെ ഖുർആൻ ഉത്ബോധിപ്പിച്ചത്? ജനിച്ചത് പെൺകുഞ്ഞാണെങ്കിൽ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന, ക്രൂരമായി മണ്ണിൻ്റെ അടിയിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലഘട്ടത്തിലല്ലേ വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാകിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിതുവൻ കബീറ, ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുത്, അവർക്കും നിങ്ങൾക്കുമെല്ലാം ജീവിത വിഭവങ്ങൾ നൽകുന്ന അള്ളാഹുവാണ്, സന്താനങ്ങളെ വധിക്കുന്നത് ഭീമമായ കുറ്റമാണ് എന്ന് 17-ാം അധ്യായത്തിലെ 31-ാം വചനത്തിലൂടെ ഖുർആൻ ഉണർത്തിയതും വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതില, താൻ എന്ത് കുറ്റത്തിനാണ് കുഴിച്ചു മൂടപ്പെട്ടതെന്ന് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി പരലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വെച്ച് കുഴിച്ചു മൂടിയ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്
നിങ്ങൾ ഭയക്കുക എന്ന് 81 അധ്യായത്തിൽ 8ഉം 9ഉം വചനങ്ങളിലൂടെ ഖുർആൻ മാതാപിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. സർവ്വസഭകളിലും സ്ത്രീകൾ മൗനമായി ഇരിക്കണമെന്നും മൗനമായി ഇരിക്കുവാനല്ലാതെ സംസാരിക്കാൻ അവകാശമില്ല എന്ന് ചില വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിലല്ലേ ലിരിജാലി നസീബു മിമ്മക്തസബു വലിന്നിസായി നസീബു മിമ്മക്തസബൻ, പുരുഷന് അവൻ സമ്പാദിച്ചുണ്ടാക്കിയതിൻ്റെ ഓഹരിയുണ്ട്, സ്ത്രീക്ക് അവൾ സമ്പാദിച്ചുണ്ടാക്കിയതിൻ്റെ ഓഹരിയുണ്ട് എന്ന് 4-ാം അധ്യായത്തിലെ 32-ാം വചനത്തിലൂടെ ഖുർആൻ ഉണർത്തിയത്. ആത്മീയമായ കാര്യങ്ങളാണെങ്കിലും ഭൗതികമായ കാര്യങ്ങളാണെങ്കിലും സ്ത്രീക്ക് അവളുടേതായ പ്രതിഫലം ലഭിക്കും. അധ്വാനിക്കാനുള്ള അവകാശം ഇസ്ലാം നൽകിയില്ലേ? അനന്തര സ്വത്തിന് സ്ത്രീകൾക്ക് അവകാശമില്ല എന്ന് വേദഗ്രന്ഥങ്ങൾ പ്രഖ്യാപിച്ചിരുന്ന കാലഘട്ടത്തിലല്ലേ ലിരിജാലി നസീബു മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ വലിന്നിസായി നസീബു മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ, മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിൽ പുരുഷന് അവകാശമുണ്ട്, മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ സ്വത്തിൽ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 4-ാം അധ്യായത്തിൽ 7-ാം വചനത്തിലൂടെ ഖുർആൻ ഉണർത്തിയത്. ജ്യേഷ്ഠൻ മരിച്ചാൽ അല്ലെങ്കിൽ ഒരു സഹോദരൻ മരിച്ചാൽ അയാളുടെ ഭാര്യയെ നിർബന്ധമായിട്ട് മറ്റ് സഹോദരന്മാരിൽ ഒരാൾ വിവാഹം കഴിക്കണമെന്ന് ചില വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിലല്ലേ യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹ, നിങ്ങൾ സ്ത്രീകളെ ബലാത്കാരമായി എടുക്കരുത് എന്ന് 4-ാം അധ്യായത്തിലെ 19-ാം വചനത്തിലൂടെ ഖുർആനും, എൻ്റെ അനുവാദമില്ലാതെയാണ് എൻ്റെ പിതാവ് വിവാഹം തീരുമാനിച്ചതെന്ന പരാതിയുമായി വന്ന പെൺകുട്ടിയോട് ഈ വിവാഹാലോചന സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും നിനക്ക് പൂർണ്ണമായ അവകാശമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണർത്തിയത്. ഭീമമായ സ്ത്രീധനം ചോദിച്ചതിൻ്റെ പേരിൽ വിവാഹം മുടങ്ങി പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും ഭീമമായ സ്ത്രീധനം നൽകിയതിൻ്റെ പേരിൽ കടക്കേണിയിൽ അകപ്പെട്ട് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നാം മനസ്സിലാക്കണം, വആത്തുൻ നിസ്സാഅ സ്വദഖാതിഹിന്ന നിഹ്ല, നിങ്ങൾ സംതൃപ്തിയോടെ വആത്തുൻ നിസ്സാഅ സ്വദഖാതിഹിന്ന നിഹ്ല, സംതൃപ്തിയോടെ വിവാഹമൂല്യം നിങ്ങൾ സ്ത്രീകൾക്ക് നൽകുക എന്ന് 4-ാം അധ്യായത്തിലെ 4-ാം വചനത്തിലൂടെ പുരുഷനാണ് സ്ത്രീകൾക്ക് വിവാഹമൂല്യം നൽകേണ്ടതെന്ന് പ്രഖ്യാപിച്ച ഖുർആൻ. എല്ലാ തിന്മകളുടെയും പ്രതീകമാണ് സ്ത്രീ. അതുകൊണ്ട് അവളെ വിവാഹം കഴിക്കാതിരിക്കലാണ് ഉത്തമം. ഭാര്യ മരിച്ച ഭർത്താവ് പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത് എന്ന് ചില വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിലല്ലേ അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഇണയെ സൃഷ്ടിച്ചിരിക്കുന്നു. ലി തസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, സമാധാനം അടയാനായിട്ട് നിങ്ങൾക്കിടയിൽ അവർ ഇരുവർക്കും ഇടയിൽ കാരുണ്യവും സ്നേഹവും അങ്കുരിപ്പിച്ചവനാണ് അള്ളാഹുവെന്ന് 30-ാം അധ്യായത്തിൽ 21-ാം വചനത്തിലൂടെ പ്രഖ്യാപിച്ച ഖുർആൻ. ഭർത്താവിൻ്റെ അടിമയായിരിക്കണം സ്ത്രീ, ശബ്ദിക്കാൻ അവകാശമില്ല എന്ന് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിലല്ലേ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങളുള്ളതുപോലെ തന്നെ അവകാശങ്ങളുണ്ട് എന്ന് 2-ാം അധ്യായത്തിലെ 228-ാം വചനത്തിലൂടെ ഖുർആൻ പഠിപ്പിച്ചത്. വആശിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും മര്യാദപൂർവ്വം പ്രവർത്തിക്കണമെന്ന് 4-ാം അധ്യായത്തിലെ 19-ാം വചനത്തിലൂടെ ഖുർആൻ ഉണർത്തിയത്. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും ഉത്തമമായ രീതിയിൽ പെരുമാറുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ വിവാഹമോചനത്തിന് സ്ത്രീകൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിലാണ് 4-ാം അധ്യായത്തിലെ 128-ാം വചനത്തിലൂടെ ഖുർആൻ ഉണർത്തിയത്. ഭർത്താവിൽ നിന്നും പിണക്കമോ അവഗണനയോ ഭയക്കുന്ന പക്ഷം വിവാഹമൂല്യം തിരിച്ചു നൽകിക്കൊണ്ട് മോചനം നേടുന്നതിൽ തെറ്റില്ല എന്ന്. ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് എൻ്റെ ഭർത്താവുമായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ കാലഘട്ടമാണെന്ന് ഓർക്കണം. പ്രവാചകൻ പറഞ്ഞു, വിവാഹമൂല്യം തിരിച്ചു നൽകിക്കൊണ്ട് വിവാഹമോചനം നേടാം. ഇനി എല്ലാ തിന്മകളുടെയും പ്രതീകമായ സ്ത്രീകൾക്ക് വിവാഹമോചനം കഴിഞ്ഞാൽ ജീവനാംശത്തിന് അവകാശമില്ല എന്നെല്ലാവരും പറഞ്ഞ കാലഘട്ടത്തിൽ ഇന്നും ഈ അടുത്ത കാലത്താണ് ജീവനാംശത്തിന് മെയിൻ്റനൻസിനുള്ള അവകാശം കിട്ടുന്നത്. വലിൽ മുത്തല്ലഖാത്തി മത്താഉൻ ബിൽ മഅറൂഫി ഹഖൻ അലൽ മുത്തഖീൻ, മര്യാദ പ്രകാരമുള്ള വിവാഹമൂല്യം വിവാഹമോചിതക്ക് നൽകണമെന്നാണ് 2-ാം അധ്യായത്തിൽ 241-ാം വചനത്തിലൂടെ ഖുർആൻ കൽപ്പിച്ചത്. മനുഷ്യ സമൂഹത്തിലേക്ക് പാപം കടന്നു വരുവാൻ കാരണക്കാരിയാണ് സ്ത്രീ, എല്ലാ തിന്മകളുടെയും പ്രതീകമാണ് എന്ന് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചുകൊണ്ട്
ഒരു മോക്ഷത്തിനുള്ള പ്രതീക്ഷ പോലും സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ട കാലഘട്ടത്തിലല്ലേ മൻ അമില സ്വാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയനഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത പുരുഷനും അല്ലെങ്കിൽ സ്ത്രീക്കും മഹത്തരമായ പ്രതിഫലവും ഉന്നതമായൊരു ജീവിതവുമുണ്ടെന്ന് 16-ാം അധ്യായത്തിലെ 97-ാം വചനത്തിലൂടെ ഖുർആൻ ഉണർത്തിയത്. ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ. നിങ്ങൾ സന്തോഷഭരിതരായിട്ട്, നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷഭരിതരായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ എന്നാണ് 43-ാം അധ്യായത്തിൽ 70-ാം വചനത്തിലൂടെ ഖുർആൻ സന്തോഷ വാർത്ത അറിയിച്ചത്. ഞാൻ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു സ്ത്രീയുടെ സൃഷ്ടിപ്പ് മുതൽ അതിനുശേഷമുള്ള ജനനം, വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ, വിവാഹത്തിന് മുൻപുള്ള അവസ്ഥ, വിവാഹത്തിന് ശേഷമുള്ള അവസ്ഥ, മരണം, മരണാനന്തരം, ഈ അവസ്ഥാന്തരങ്ങളിൽ ഇസ്ലാം നൽകുന്നത് പോലെയുള്ള എന്ത് അവകാശമാണ് മറ്റേത് തത്വസംഹിത നൽകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ ഒരു അനുയായി ഇരിക്കുന്നു. അയാളുടെ അടുത്തേക്ക് അയാളുടെ മകൻ വരുന്നു, ആൺകുട്ടി വരുന്നു, ചുംബനം നൽകി മടിയിലിരുത്തി. പെൺകുട്ടി വരുന്നു, ചുംബനം നൽകാതെ അടുത്തിരുത്തി. പ്രവാചകൻ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് സന്താനങ്ങൾക്കിടയിൽ തുല്യത കാണിക്കാൻ കഴിയാത്തത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല, ആർക്കെങ്കിലും 2 പെൺകുട്ടികളോ 2 സഹോദരിമാരോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 പെൺകുട്ടികളോ 3 സഹോദരിമാരോ ഉണ്ടെങ്കിൽ അവരോട് കാരുണ്യത്തോടെ പെരുമാറുകയും നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ അവർക്ക് സ്വർഗമുണ്ട്. എൻ്റെ കാരുണ്യത്തിനും പരിഗണനയ്ക്കും ഏറ്റവും അർഹൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രവാചകൻ പറഞ്ഞു, ഉമ്മുക്ക. സുമ്മമൻ പിന്നീടാര്? ഉമ്മുക്ക. സുമ്മമൻ പിന്നീടാര്? ഉമ്മുക്ക, നിന്റെ മാതാവ്. 4ാമത് പറഞ്ഞു അബൂക്ക. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വചനങ്ങളുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞ ശേഷം മാതാപിതാക്കളോടുള്ള ബാധ്യതയെ സംബന്ധിച്ച് പറയുന്നു. അവിടെയും മാതാവിൻ്റെ ബുദ്ധിമുട്ടുകളാണ് അള്ളാഹു ആവർത്തിച്ച് ഉണർത്തുന്നത്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹംലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫി സ്വാലിഹു ഫി ആമൈനി അനിഷ്കുർലി വലിവാലിദൈക ഇലയൽ മസ്വീർ. എന്താണ് ആ വാക്കുകൾ? ബുദ്ധിമുട്ടിൻ്റെ മേൽ ബുദ്ധിമുട്ടോടുകൂടി നിൻ്റെ മാതാവ് നിന്നെ ഗർഭം ധരിച്ചു. മുലകുടി നിർത്തിയതാകട്ടെ 2 വർഷം കൊണ്ടും. അതുകൊണ്ട് എന്നോടും മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കുക എന്നതാണ്. ഇതെല്ലാം കൊണ്ടാണ് ദ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ ഡോക്ടർ ആനി ബെസന്റ് പറഞ്ഞു, I often think that woman in Islam is more free than in Christianity. Woman is more protected in Islam than by the religion that preaches monogamy. The laws regarding women in the Quran is more just and liberal. ക്രൈസ്തവ മതത്തേക്കാൾ ഇസ്ലാമിലാണ് സ്ത്രീകൾ കൂടുതൽ സ്വതന്ത്രരെന്ന് ഞാൻ എന്നും കരുതുന്നു. ഏകഭാര്യത്വം പ്രചരിപ്പിക്കുന്ന മതത്തേക്കാൾ ഇസ്ലാമിലാണ് സ്ത്രീകൾ കൂടുതൽ സുരക്ഷിതരായിട്ടുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ച ഖുർആനിക നിയമങ്ങൾ കൂടുതൽ നീതിയുക്തവും വിശാലവും അത്രേ. എൻ്റെ മുൻപിലിരിക്കുന്ന ഈ സഹോദരിമാരോട് എനിക്കൊന്ന് പറയാനുണ്ട്. ഇസ്ലാം നിങ്ങൾക്ക് അവകാശം തന്നിട്ടില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ചങ്കുറ്റത്തോടുകൂടി വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ അവരോട് പറയണം, ഇസ്ലാം ഒരിക്കലും സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരല്ല. എന്നാൽ സ്ത്രീകളെ വീടുകളിൽ നിന്നും പുറത്താക്കി കടകളിലേക്കും ഹോട്ടലുകളിലേക്കും ക്ലബ്ബുകളിലേക്കും വലിച്ചിഴക്കുന്നത് മാത്രമാണ് സ്ത്രീ സ്വാതന്ത്ര്യമെങ്കിൽ ആ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നൽകാൻ ഇസ്ലാം തയ്യാറല്ല. ഇസ്ലാം ഒരിക്കലും സ്ത്രീ വിമോചനത്തിനെതിരല്ല. എന്നാൽ സ്ത്രീകളിൽ നിന്നും കുഞ്ഞുങ്ങളെ പറിച്ചെടുത്തുകൊണ്ട് തെരുവുകളിലേക്കും കമ്പോളങ്ങളിലേക്കും വലിച്ചിഴക്കുന്നത് മാത്രമാണ് സ്ത്രീ വിമോചനമെങ്കിൽ ആ വിമോചനം സ്ത്രീകൾക്ക് നൽകാൻ ഇസ്ലാം ഒരുക്കമല്ല. ഉത്തരവാദിത്വമുള്ള കുടുംബിനെയും ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥയുമായി സ്ത്രീകൾക്ക് പ്രവർത്തിക്കാനുള്ള അവകാശത്തെ ഇസ്ലാം ഒരിക്കലും നിഷേധിക്കുകയില്ല. എന്നാൽ സ്ത്രീകളെ അവരുടെ നിയുക്ത മേഖലകളിൽ നിന്നും പിടിച്ചു മാറ്റി അപരിചിത മേഖലകളിൽ പ്രതിഷ്ഠിക്കുന്നത് മാത്രമാണ് അവകാശം എന്നാരെങ്കിലും കരുതുന്നുവെങ്കിൽ അതിനെ ഇസ്ലാം എതിർക്കുക തന്നെ ചെയ്യും. ധാർമ്മികവും മാനവികവുമായ ഇഴകൾ കൊണ്ട് ഊടും പാവും നൽകി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും സ്വർണ്ണ ചരടിൽ കോർത്തിണക്കിയ സ്വാതന്ത്ര്യമാണ് സ്ത്രീകൾക്ക് വേണ്ടതെങ്കിൽ ആ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നൽകാൻ ഇസ്ലാം ഒരുക്കമാണ്. എന്നാൽ ഇഷ്ടമുള്ളവരുമായി ലൈംഗിക ബന്ധം പുലർത്താനും അതിലൂടെ അവിഹിത ഗർഭം ധരിക്കാനും ആ ഗർഭം അലസിപ്പിക്കാനും ജനിച്ച കുഞ്ഞിൻ്റെ കഴുത്തു ഞെരിച്ചു കൊല്ലാനും ഓടയിൽ ഒഴുക്കുവാനുമുള്ള കാടൻ സ്വാതന്ത്ര്യമാണ് സ്ത്രീകൾക്ക് വേണ്ടതെങ്കിൽ
അത് നൽകാൻ ഇസ്ലാം തയ്യാറല്ല. സ്ത്രീ എന്ന നിലയിൽ മാന്യതയും സ്ത്രീ എന്ന നിലയിൽ സംരക്ഷണവും ലഭിക്കുന്ന ഏത് മേഖലകളിലും സ്ത്രീകൾ പണിയെടുക്കുന്നതിന് ഇസ്ലാം എതിർക്കുകയില്ല. എന്നാൽ കലാവൈകൃതങ്ങളുടെയും അസഭ്യഭാവങ്ങളുടെയും ഇരുകാലി പ്രതീകങ്ങളായി ഹോട്ടലുകളിലും ക്ലബ്ബുകളിലും നഗ്നനൃത്തം ആടിക്കൊണ്ട് പുരുഷന്മാരുടെ ഹൃദയങ്ങളിലെ കാമവികാരം ഉയർത്താനുള്ള അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമാണ് സ്ത്രീകൾക്ക് വേണ്ടതെങ്കിൽ അത് ഇസ്ലാം നൽകില്ല. വിശ്വാസിനികളായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ വിവാഹത്തിന് മുൻപ് തൊഴിലുള്ളതോ വിവാഹശേഷം തൊഴിലെടുക്കാൻ തയ്യാറുള്ളതോ ആയ സ്വർണ്ണമുട്ടയിടുന്ന താറാവുകളെ വിവാഹം കഴിക്കാനുള്ള ആധുനിക പുരുഷൻ്റെ കച്ചവട മനസ്സിനെ ഇസ്ലാം എതിർക്കുക തന്നെ ചെയ്യും. തൊഴിലും വിശ്രമവും ഒരുപോലെ ലഭിക്കുന്ന ഏത് മേഖലകളിലും സ്ത്രീകൾക്ക് സംരക്ഷണമുണ്ട് എങ്കിൽ അധ്വാനിക്കാം, ഇസ്ലാം എതിർക്കില്ല. എന്നാൽ പുരുഷൻ വീടിൻ്റെ പുറത്ത് മാത്രം പണിയെടുക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിലും പുറത്തും ഒരുപോലെ പണിയെടുക്കുന്ന സങ്കല്പ പുരുഷന്മാരായി വണ്ടിക്കാളകളായി സ്ത്രീകളെ കാണാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് ഇസ്ലാം അനുവദിക്കുകയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ അധ്വാനിക്കാനുള്ള സ്ത്രീകളുടെ അവകാശത്തെ ഇസ്ലാം മാനിക്കുന്നു. എന്നാൽ ആഡംബര വസ്തുക്കളായ ടെലിവിഷനും കാറും വാങ്ങാനായിട്ട് ഭാര്യയുടെ ഗർഭം പോലും അലസിപ്പിച്ചുകൊണ്ട് ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആധുനിക മനുഷ്യൻ്റെ സ്വാർത്ഥതയെ ഇസ്ലാം എതിർക്കുക തന്നെ ചെയ്യും. ഭാര്യയെയും സന്താനങ്ങളെയും സംരക്ഷിക്കാനുള്ള പൂർണ്ണമായ മനസ്സും സാമ്പത്തിക ശേഷിയും ഭർത്താവിനുണ്ടെങ്കിലും ഭർത്താവിനും സന്താനങ്ങൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്നതാണ് സ്ത്രീ വിമോചനത്തിന് ഏറ്റവും വലിയ എതിരെന്ന് വാദിക്കുന്നവർ വാസ്തവത്തിൽ സ്ത്രീകളുടെ വ്യക്തിത്വവും തനിമയും നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? എന്നിട്ട് ക്ലബ്ബുകളിലും ഹോട്ടലുകളിലും അന്യപുരുഷന്മാർക്ക് ഭക്ഷണം വിളമ്പിയും ഓഫീസുകളിലെ താഴ്ന്ന തസ്തികകളിലിരുന്ന് ജീർണിച്ചും മേലുദ്യോഗസ്ഥൻ്റെ ആജ്ഞകൾ അനുസരിച്ചും അയാളുടെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തും അയാൾ പറയുന്നതിനനുസൃതമായി ഉടുത്തൊരുങ്ങിയും അയാളുടെ ഓഫീസിലെ പൂക്കുടയും ചവിട്ടുമെത്തയുമായി അധപ്പതിച്ചുകൊണ്ട് എങ്ങനെയാണ് സ്ത്രീകൾ അവരുടെ വ്യക്തിത്വവും തനിമയും നിലനിർത്താൻ കഴിയുന്നത്? എൻ്റെ സഹോദരിമാർ ഒന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും മേഖലകളിൽ മുസ്ലിം വനിതകൾക്ക് സ്വാതന്ത്ര്യവും വ്യക്തിത്വവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇസ്ലാം അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കുന്നത് കൊണ്ടല്ല, ഇസ്ലാമും ഖുർആനും പ്രവാചകനും നൽകിയ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ്. അല്ലെങ്കിൽ ആ അവകാശങ്ങൾ പുരുഷന്മാർ നിഷേധിക്കുന്നത് കൊണ്ടാണ്. ഇസ്ലാം നൽകിയ അവകാശങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധമാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ രണാങ്കണ ഭൂമിയിൽ യുദ്ധം നയിക്കാൻ പ്രാപ്തയാക്കിയത്. ഈ അറിവ് തന്നെയാണ് രണാങ്കണ ഭൂമിയിൽ വെച്ച് പ്രവാചകനെ സംരക്ഷിക്കാൻ സഹാബ വനിതകൾക്ക് ധീരത പകർന്നത്. ഈ അറിവ് തന്നെയാണ് പുരുഷന്മാർ പോലും വിജ്ഞാനം തേടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തെത്തുവാനുള്ള കാരണം. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ മനുഷ്യാവകാശങ്ങൾ ഏറ്റവും അധികം ധ്വംസിക്കപ്പെടുന്നത് ഭരണാധികാരികളാണ്. അത് ഏത് കാലഘട്ടത്തിലും അതുപോലെയാണ്. എന്നാൽ അറേബ്യയിലെ കിരീടം വെക്കാത്ത ചക്രവർത്തി എന്ന നിലയിൽ, ജനങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധ്യാത്മിക നേതാവ് എന്ന നിലയിൽ, അന്നത്തെ പ്രബലമായ സൈന്യത്തിലെ സർവ്വസൈന്യാധിപൻ എന്ന നിലയിൽ നിൽക്കുമ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാൻ ആരെയെങ്കിലും മർദ്ദിച്ചിട്ടുണ്ട് എങ്കിൽ ഇതാ എൻ്റെ മുതുക്, നിങ്ങൾക്കെന്നെ മർദ്ദിക്കാം. ഞാൻ ആർക്കെങ്കിലും പണം നൽകാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചുകൊള്ളൂ, ഞാൻ നൽകാം. എന്താണ് ആ വാക്കുകൾ? ഈ മാതൃക പിൻപറ്റി ആദ്യമായിട്ട് അധികാരമേറ്റെടുത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്ത പ്രഭാഷണമാണ് ഇതുവരെയും ലോക ചരിത്രത്തിൽ ഭരണാധികാരികൾ ചെയ്ത പ്രഭാഷണങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലവും തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ടത്. ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയായിരിക്കുകയാണ്. എന്നാൽ എനിക്ക് നിങ്ങളെക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഞാൻ നന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കുക, ഞാൻ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുക. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളിൽ ദുർബലൻ എൻ്റെ കൺമുൻപിൽ ശക്തനായിരിക്കും. അയാളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് വരെ നിങ്ങളിൽ ശക്തൻ എൻ്റെ കൺമുൻപിൽ ദുർബലനായിരിക്കും. അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളും ഞാൻ അനുസരിക്കുന്ന കാലത്തോളം എന്നെ നിങ്ങൾ അനുസരിക്കുക, അല്ലെങ്കിൽ എന്നെ അനുസരിക്കാൻ യാതൊരു ബാധ്യതയുമില്ല. അധികാരം ഏറ്റെടുത്ത ശേഷം ആദ്യമായിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണ്? കൈകൾ ആകാശങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഞാൻ ദുർബല ഹൃദയനാണ്, എന്നെ നീ കരുത്തനാക്കണമേ. ഞാൻ ലുബ്ധനാണ്, എന്നെ ഉദാഹരണാക്കണമേ.
ആ വാക്കുകൾ എന്താണ്? എന്നിട്ട് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അക്രമം പ്രവർത്തിക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല, അനീതി ചെയ്യുവാൻ സമ്മതിക്കുകയുമില്ല. നീതിരഹിതനായി നീങ്ങുന്നവൻ സത്യം അംഗീകരിക്കുന്നത് വരെ എൻ്റെ കാൽ അയാളുടെ കരണത്തായിരിക്കും. എന്നാൽ മര്യാദക്കാർക്കും മാന്യന്മാർക്കും എൻ്റെ കവിൾ ഞാൻ ഭൂമിയിൽ വെച്ചു കൊടുക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം ചോദിച്ചില്ലേ, നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, എന്നിൽ വല്ല വക്രതയും കണ്ടാൽ നിങ്ങൾ തിരുത്തണം. ഉടനെ ഒരു ഗ്രാമീണൻ ഊരിപ്പിടിച്ച വാളുമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ വല്ല വക്രതയും കണ്ടാൽ ഈ വാളുകൊണ്ടായിരിക്കും തിരുത്തുക. ആർക്കെതിരായിട്ടാണ് അയാൾ ഈ പറഞ്ഞത്? മറ്റേതെങ്കിലും ഭരണാധികാരിയായിരുന്നുവെങ്കിൽ ഇത് ഉച്ചരിച്ച ഗ്രാമീണൻ്റെ ശിരസ് നിലത്ത് കിടന്നുരുളുമായിരുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണ്? അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു, അള്ളാഹുവേ, എന്നിൽ വല്ല വക്രതയും കണ്ടാൽ വാളുകൊണ്ട് തിരുത്താൻ കെൽപ്പുള്ളവരെ ഈ സമൂഹത്തിന് നൽകിയ നിനക്കാണ് സർവസ്തുതിയും. എന്തേ ഇവർക്കെല്ലാം ഇങ്ങനെ പെരുമാറാൻ കഴിഞ്ഞത്? അക്രമിയും അനീതി പ്രവർത്തിക്കുന്നതുമായ ഭരണാധികാരിയാണ് പരലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഏറ്റവും അധമൻ. നീതിമാനും കാരുണ്യവാനുമായ ഭരണാധികാരിയാണ് അള്ളാഹുവിങ്കിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അക്രമകാരിയായ ഭരണാധികാരിയുടെ മുഖത്തു നോക്കി സത്യം വെട്ടി തുറന്നു പറയുന്നതാണ് ജിഹാദ് എന്നീ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളാണ്. ഇനിയും ഒട്ടേറെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് ഇസ്ലാം പ്രതിപാദിക്കുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പറയുവാനും കഴിയില്ല. ഭർത്താവിന് ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും, തൊഴിലാളിക്ക് തൊഴിലുടമയോടും തൊഴിലുടമയ്ക്ക് തൊഴിലാളിയോടും, അനാഥകൾക്കും ദരിദ്രർക്കും അഗതികൾക്കും വിധവകൾക്കുമുള്ള അവകാശങ്ങൾ. ദരിദ്രരുടെ അവകാശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഖുർആൻ എന്താണ് പറയുന്നത്? അവർക്ക് അവരുടെ അവകാശം കൊടുക്കൂ എന്നാണ് പറയുന്നത്. യുദ്ധ തടവുകാർക്കും അമുസ്ലിങ്ങൾക്കുമുള്ള അവകാശങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കലാകട്ടെ. ഇവിടെ നാം ഒന്ന് മനസ്സിലാക്കണം, മർദ്ദനം സഹിച്ചു മടുത്ത ജനവിഭാഗത്തിന് പ്രതീക്ഷയുടെ കിരണങ്ങൾ നൽകി ഇസ്ലാം. അതിൻ്റെ അനുയായികളെന്ന് പറയുന്ന ഞാനും നിങ്ങളും തന്നെ മർദ്ദനം അഴിച്ചുവിടുമ്പോൾ നാം അതിനെതിരെ ശബ്ദിക്കുന്നില്ല എങ്കിൽ, ചൂഷണത്തിന് വിധേയരായി മനസ്സ് മരവിച്ച മനുഷ്യർക്ക് മോചനത്തിൻ്റെ പാത കാണിച്ചു കൊടുത്ത ഇസ്ലാം, അതിൻ്റെ അനുയായികൾ തന്നെ ചൂഷണം നടത്തുമ്പോൾ നാം അതിനെ എതിർക്കുന്നില്ല എങ്കിൽ, അനീതി സഹിച്ചു മടുത്ത ജനവിഭാഗത്തിന് നീതിയുടെ കരുത്തുകൊണ്ട് അനീതിയുടെ കരിങ്കൽ ഭിത്തികൾ പൊളിച്ചു കൊടുത്ത ഇസ്ലാം, അതിൻ്റെ അനുയായികൾ തന്നെ അനീതി പ്രവർത്തിക്കുമ്പോൾ നാം എതിർക്കുന്നില്ല എങ്കിൽ, ഇസ്ലാം മനുഷ്യാവകാശങ്ങൾക്ക് യാതൊരു പ്രാധാന്യം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അള്ളാഹു നമുക്കെല്ലാം നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു അവകാശമുണ്ട്. ഇടനിലക്കാരില്ലാതെ, ബിംബങ്ങളില്ലാതെ, ഖബറുകളില്ലാതെ, ജിന്നുമ്മമാരില്ലാതെ, ജിന്നുകളില്ലാതെ, തങ്ങന്മാരില്ലാതെ ഏകനായ സ്രഷ്ടാവിനോട് പ്രാർത്ഥിക്കാനുള്ള അവകാശം. അതാണ് ഏറ്റവും വലിയ അവകാശം. അവിടെ അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് ആ പാതയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നമസ്കാരം നിരന്തരം നാം നിലനിർത്തേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ്. ഞാനൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടനിലെ ഒരു ആശുപത്രിയിൽ ആൾസ്ഹൈമേഴ്സ് അസുഖം ബാധിച്ച 80 വയസ്സുള്ളൊരു ഇംഗ്ലീഷുകാരനെ പ്രവേശിപ്പിച്ചു. നിങ്ങൾക്കറിയാം, ആൾസൈമേഴ്സ് അസുഖം ബാധിച്ചാൽ ഡിമെൻഷ്യ, ഓർമ്മക്കുറവുണ്ടാകും. ദിനചര്യകൾ പോലും ഓർമ്മയുണ്ടാകില്ല അയാൾക്ക്. അയാളെ പരിചരിക്കാൻ 23 വയസ്സുള്ള റാഷ്യ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് നേഴ്സ് നിയോഗിക്കപ്പെട്ടു. ആ നേഴ്സ് നോക്കുമ്പോൾ എല്ലാ ദിവസവും പകല്, ഉച്ചക്ക്, സന്ധ്യാനേരത്ത്, രാത്രിയിലെല്ലാം ഒരു പ്രത്യേക ആംഗ്യത്തോടുകൂടി എന്തോ അപരിചിതമായ ഭാഷയിൽ അയാൾ സംസാരിച്ചുകൊണ്ട് എന്തോ ചെയ്യുന്നു. ശിരസ് നിലത്ത് മുട്ടിക്കുന്നു. പല ദിവസങ്ങൾ ഇത് ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസ് ഡയറി പരിശോധിച്ചപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് 80 വയസ്സുള്ള ഇംഗ്ലീഷുകാരനെന്ന് ഈ ബ്രിട്ടീഷ് നേഴ്സ് മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹത്തെ വിശ്വാസപരമായി സഹായിക്കേണ്ടത് തൻ്റെ ബാധ്യതയാണെന്ന് കരുതിയിട്ട് നെറ്റിലെല്ലാം പാൽ ടോക്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയാൻ ഇവർ ശ്രമിച്ചു. ഹലാൽ ഭക്ഷണത്തെ സംബന്ധിച്ചും വലത് കൈ കൊണ്ടുവേണം ഭക്ഷണം കൊടുക്കാൻ എന്നതെല്ലാം ആ സ്ത്രീ മനസ്സിലാക്കി. ആ നേഴ്സ് 23 വയസ്സുള്ളൂ. ഒരു ദിവസം യൂട്യൂബിൽ നമസ്കാരത്തെ സംബന്ധിച്ച് കണ്ടപ്പോൾ ആ നേഴ്സ് അന്താളിച്ചു പോയി. കാരണം അൾസൈമേഴ്സ് അസുഖം ബാധിച്ച് തൻ്റെ ദിനചര്യകൾ എന്തെന്നോർക്കാത്ത, തൻ്റെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും കുറിച്ച് മറന്നുപോയ, തൻ്റെ ഭാര്യ മുൻപിൽ വന്നു നിന്നാൽ ആ ഭാര്യയെ തിരിച്ചറിയാൻ കഴിയാത്ത, സന്താനങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത ഈ മനുഷ്യൻ എങ്ങനെയാണ്
നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് പിന്നെയും ആ മനുഷ്യനെ സഹായിക്കാനായിട്ട് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള പഠനം തുടർന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മറന്നുകൊണ്ട് സ്വന്തം അന്വേഷണമായി. ഇതിനിടയ്ക്ക് ആ 80 വയസ്സുള്ള മനുഷ്യൻ മരിക്കുന്നു. അതിനുശേഷം ഈ ബ്രിട്ടീഷ് നേഴ്സ് കലിമ ചൊല്ലി മുസ്ലിമായി. ഈ സംഭവം നിങ്ങളോട് പറയാനൊരു കാരണമുണ്ട്. ആ 80 വയസ്സുള്ള ഇംഗ്ലീഷുകാരൻ ആ ബ്രിട്ടീഷ് വനിതയോട് ഇസ്ലാമിനെ സംബന്ധിച്ച് ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടില്ല. തൗഹീദ് എന്തെന്ന് പോലും പറഞ്ഞു കൊടുത്ത് കാണില്ല. എങ്കിൽ പോലും ഓർമ്മയുള്ള കാലത്ത് ആത്മാർത്ഥതയോടുകൂടി, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള എല്ലാ ആത്മാർത്ഥതയോടുകൂടിയും അള്ളാഹുവിനോട് നമസ്കരിച്ചത് കൊണ്ടായിരിക്കാം ഓർമ്മ നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ, എല്ലാം മറന്നുപോയ കാലഘട്ടത്തിൽ പോലും നമസ്കാരം മറക്കാതിരിക്കാനും നിർവഹിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചത്. ആ ചില ആംഗ്യങ്ങളിലൂടെ ഒരു ബ്രിട്ടീഷ് വനിതയ്ക്ക് ഇസ്ലാമിൻ്റെ പ്രകാശം എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം മരിച്ചു. ഞാൻ ഈ വായിച്ചതിൽ നിന്നും മനസ്സിലാക്കിയത്, അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം യുവതിയായിരുന്നെങ്കിലും ഈ നേഴ്സ് മരിച്ചു. 2 പേർക്കും അള്ളാഹു പരലോകം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്നും നമസ്കാരം നിലനിർത്തണമെന്നും ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ ഹീന അലൽ കിതാബി വസുന്ന വഅമിത്നാ മൽ ഈമാനി വതൗബ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.